കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമയിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചിട്ട് 3 മാസങ്ങൾ പിന്നിട്ടേയുള്ളൂ. വിവാദത്താളുകളിൽ ഇരുവരുടെയും ജീവിതം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മലയാള സിനിമയിലെ യുവനായിക ആക്രമിക്കപ്പെട്ടപ്പോഴും പ്രതികൂട്ടിലായതും ഇവർ തന്നെ. തന്റെ പേരിൽ വിവാദങ്ങൾക്കിരയായ പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ദിലീപ് തന്റെ വിവാഹ വാർത്ത അറിയിച്ചത്. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി ഇരുവരും ദുബായിലേക്ക് പോയിരുന്നു. ദിലീപിന്റെ മകൾ മീനാക്ഷിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിൽ ദമ്പതികൾ. 2ാം ഹണിമൂണിനായി US ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2016 നവംബർ 25-നായിരുന്നു മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും കാവ്യയും വിവാഹിതരായത്. വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ പോലും വിവാഹകാര്യം അറിയുന്നത് വിവാഹ ഹാളിൽ എത്തിയതിനു ശേഷമായിരുന്നു. ഒരു സിനിമയുടെ പൂജയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരെയും വിളിച്ചത്. വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അല്പമെങ്കിലും നേരത്തെ വിവരം അറിഞ്ഞിരുന്നുള്ളൂ. ഇരുവർക്കും ഇത് 2ാം ഹണിമൂണാണ്. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇരുവരും ഹണിമൂൺ ആഘോഷിക്കുന്നതിനായി ദുബായിലേക്ക് പോയിരുന്നു. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിലാണ് ഇരുവരും തിരിച്ചെത്തിയത്. ഇക്കുറി ഇരുവരും US-ലേക്കാണ് പോകുന്നത്. ദിലീപിനും കാവ്യയ്ക്കൊപ്പം US-ലേക്ക് ദിലീപിന്റെ മകൾ മീനാക്ഷിയുമുണ്ട്. മൂവരും 1 മാസത്തോളം US ചെലവഴിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏപ്രിൽ മാസത്തിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1 മാസം അമേരിക്കയിൽ ചെലവഴിക്കാനെത്തുന്ന ദിലീപിന് ചില ബിസിനസ് ആവശ്യങ്ങളുമുണ്ട്. അമേരിക്കയിൽ ദിലീപ് ഷോ 2017 എന്ന പേരിൽ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഷോയിൽ കാവ്യ പങ്കെടുക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മഞ്ജു മാറി നിന്നതുപോലെ കാവ്യയും മാറി നിൽക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിവാഹത്തിന് മുൻപ് കരാറായിരുന്ന ചിത്രങ്ങളിൽ നിന്നും കാവ്യ പിന്മാറുമെന്നറിയുന്നു. ജിത്തു ജോസഫിന്റെ സിനിമയിലും കാവ്യ അഭിനയിക്കാമെന്ന് ഏറ്റിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.